ഹലോ ഡിയസ്, നിയമസഭാ ഇലക്ഷൻ്റെ കൗണ്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മണ്ഡലങ്ങളിലെ ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭ്യമായിട്ടുള്ള വോട്ടുകളെക്കുറിച്ചും അവരുടെ ലീഡിംഗ് വോട്ടുകളെക്കുറിച്ചിട്ടൊക്കെ നമുക്കറിയാൻ ECI നെറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോർ വഴി ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ECI നെറ്റ് എന്നുള്ള പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, അങ്ങനെ ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക. അങ്ങനെ ഇൻസ്റ്റാൾ ആയതിനു ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ECI നെറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ റിസൾട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസിൽ തന്നെ ഇതുപോലെ ട്രെൻഡ്സ് ആൻഡ് റിസൾട്ട് എന്നുള്ളത് പറയും. ഇതിൽ ടാപ്പ് ടു പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി റിസൾട്ടിൻ്റെ ഈ ഒരു ഇൻ്റർഫേസിലോട്ട് പോകുന്നതാണ്. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ രണ്ടാമത്തെ ടാബ് കണ്ടക്ട് ഓഫ് ഇലക്ഷൻസ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കറണ്ട് ഇലക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇലക്ഷൻ റിസൾട്ട്സ് എന്നുണ്ടായിരിക്കും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഇതിൽ ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ടു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മൊത്തത്തിൽ ഇവിടെ ഏറ്റവും മുകളിൽ സെലക്ട് ക്രൈറ്റീരിയ എന്നുള്ളിടത്ത് നമ്മുടെ ഇന്ന് ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളുടെ ഇലക്ഷൻ്റെ റിസൾട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക. പിന്നെ അതിൽ കോൺസ്റ്റിറ്റ്യുവൻസി നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കോൺസ്റ്റിറ്റ്യുവൻസി ഇതിൽ നമ്മളുടെ 140 മണ്ഡലങ്ങളുടെയും നെയിമുകൾ ഉണ്ടായിരിക്കും. ഇതിൽ നമ്മുടെ അസംബ്ലി സെലക്ട് ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. ഇതിൽ രണ്ടാമതായിട്ട് കോൺസ്റ്റിറ്റ്യുവൻസി ട്രെൻഡ്സ് എന്നുള്ള രണ്ടാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു മണ്ഡലത്തിലുള്ള ആരാണ് ലീഡിങ്, അതേപോലെ തന്നെ ട്രെയിലിംഗ് ഉള്ള ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എത്ര റൗണ്ട്, ഇപ്പോൾ ഇതിൽ ധർമ്മടം എന്നുള്ളിടത്ത് 5 റൗണ്ടുകളാണ് എണ്ണിയിട്ടുള്ളത്. 15 റൗണ്ട് കൗണ്ടിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ 5 റൗണ്ട് കൗണ്ട് ചെയ്ത സമയത്തുള്ള വോട്ടുകളും അതേപോലെ തന്നെ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ നമുക്ക് ലഭ്യമാവുന്നതാണ്. ഓരോ കാൻഡിഡേറ്റ്സിന് ലഭ്യമായിട്ടുള്ള വോട്ട്സ് എത്ര മാർജിനിലാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ കാണും. അതുപോലെ തന്നെ 2, 3 സ്ഥാനങ്ങൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ നമുക്ക് ഇവിടുന്ന് അറിയാൻ സാധിക്കും. ഇതുപോലെ ബാക്ക് വന്നാൽ വീണ്ടും നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടേതായിട്ടുള്ള മണ്ഡലങ്ങൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ആ മണ്ഡലത്തിൽ ആരാണോ മുന്നിൽ നിൽക്കുന്നത് അതേപോലെ തന്നെ അവരുടെ വോട്ട്സ് എല്ലാം നമുക്ക് ലഭ്യമാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും മണ്ഡലങ്ങളിലെ ഓരോ സ്ഥാനാർത്ഥികളും ലഭ്യമായിട്ടുള്ള വോട്ട്, എത്ര വോട്ടുകൾക്കാണ് അവർ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ ECI നെറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ട്രെൻഡ്സ് അറിയാൻ സാധിക്കുന്നതാണ്. വീണ്ടും ഇത്തരം അപ്ഡേറ്റുകളുമായി കാണാം. താങ്ക് യു.